ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൗണ്ടിന് ഉണ്ടാകുന്ന രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. പിച്ച്, ലൗഡ്നെസ്, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഒരു ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. ഇനി നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളിലേക്ക് എത്തണ്ടേ. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റേഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് പിന്നെ നമ്മൾ കേൾക്കും. കേൾക്കുന്നത് അതിങ്ങനെ വായുവിലൂടെ ആ സൗണ്ട് സഞ്ചരിച്ചിട്ടല്ല നമ്മളെ ചെവിയിലെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൗണ്ടിൻ്റെ സഞ്ചാരം, പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് എങ്ങനെയാണെന്നുള്ളതാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സഞ്ചാരം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ സൗണ്ട് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ സൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് സൗണ്ട് സോഴ്സ് ദാറ്റ് റീച്ചസ്. ഒബ്സർവ് ദ ഫിഗർ. ചിത്രത്തിൽ രണ്ട് ബഹിരാകാശ സഞ്ചാരികളുണ്ട്. സ്പേസിൽ അവർ നിൽക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവർ പ്രത്യേക ഒരു ഉപകരണമൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് സംസാരിക്കുക. സംഭവം അവർ രണ്ടുപേരും വളരെ അടുത്താണ് നിൽക്കുന്നത്. പക്ഷെ അവർ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു പ്രത്യേക ഉപകരണമൊക്കെ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? ഒന്നും കേൾക്കൂല. കാരണം അവിടെ സ്പേസിൽ എയർ ഉണ്ടോ? എയർ ഇല്ലല്ലോ. എയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യൂല. സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എയർ ഉണ്ടാവൽ നിർബന്ധമാണ്. എയർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യൂല. അപ്പോൾ ഇവിടെ സ്പേസിൽ എയർ ഇല്ലെങ്കിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യൂല എന്നുള്ളത് നമുക്കവിടെ മനസ്സിലായി. ചെറിയൊരു എക്സ്പെരിമെൻറ്റും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് നോക്കാം. നമ്മൾ കുറച്ച് വാട്ടർ എടുത്തു. ആ വാട്ടർ നല്ലോണം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആ വെള്ളം മുഴുവനും നീരാവിയായിട്ട് കുപ്പിയുടെ ഉള്ളിൽ, ആ ബീക്കറിനുള്ളിൽ മുഴുവനും നീരാവി നിറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ ബീക്കറിൽ കാണുന്നത് പോലെ ആ നീരാവിയിൽ നമ്മളെന്ത് ചെയ്യുക? നല്ല ഒരു ടോപ്പ് വെച്ചിട്ട് ആ ടോപ്പിന് ചെറിയൊരു സുഷിരമൊക്കെ ഇട്ട് അതിലൂടെ ഒരു ഒരു മണി ഇങ്ങനെ കെട്ടി തൂക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ വെക്കുക. എന്നിട്ട് അപ്പോൾ ആ കുപ്പിയുടെ ഉള്ളിൽ മൊത്തം നീരാവിയാണ്. ഇവിടെ നീരാവി മൊത്തം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തണുക്കും. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഐസിൻ്റെ അടുത്തോ ഇങ്ങനെയെല്ലാം കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക? തണുപ്പിച്ച് കഴിഞ്ഞാൽ ആ നീരാവികൾ, വേപ്പറുകൾ, വാട്ടർ വേപ്പർ മുഴുവനും വാട്ടറായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും, വെള്ളമായിട്ട് തന്നെ മാറും. അപ്പോൾ ആ കുപ്പീൻ്റെ ഉള്ളിൽ പിന്നെ എയർ ബാക്കി ഉണ്ടാവുമോ? എയർ ഇല്ല. കാരണം നേരത്തെ അവിടെ വാട്ടർ വേപ്പറാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് വാട്ടറായപ്പോൾ ചെറിയൊരു സ്പേസിലേക്ക് അത് ചുരുങ്ങി. അപ്പോൾ ഇനി ആ കുപ്പീൻ്റെ ഉള്ളിൽ സ്പേസ് വാക്വമാണ്, ഒന്നുമില്ലാതിരിക്കുകയാണ്, വാക്വം. അങ്ങനെ വാക്വമായപ്പോൾ നമ്മൾ എന്നിട്ട് സൗണ്ട് ഇതിങ്ങനെ കിളുക്കി കഴിഞ്ഞാൽ, സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ സൗണ്ട് കേൾക്കാൻ സാധിക്കൂല. നമുക്ക് എന്ത് ചെയ്യൂല? സൗണ്ട് കേൾക്കൂല. കാരണം എന്താണെന്നറിയോ? കുപ്പിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടോ? എയർ ഇല്ലല്ലോ. എയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ, വാക്വം ആയതുകൊണ്ട്, വാക്വം എന്ന് പറഞ്ഞാൽ എന്താ? വാക്വം ഒന്നുമില്ലാത്ത സ്ഥലം എന്നുള്ളതാണ് കേട്ടോ. എയറോ മറ്റു സാധനങ്ങളോ ഒന്നും ഇല്ലാത്തതിനെയാണ് വാക്വം എന്ന് പറയുക. വാക്വത്തിൻ്റെ സ്പെല്ലിങ് സാധാരണ സ്പെല്ലിംഗ് ടെസ്റ്റിലൊക്കെ ചോദിക്കാറുണ്ട്. വാക്വം എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് എന്താണെന്നുള്ളത്. വാക്വത്തിൻ്റെ സ്പെല്ലിങ് എന്താ? VACCUM, വാക്വം. ഓക്കെ. അപ്പോൾ വാക്വം ആയതുകൊണ്ട് തന്നെ സൗണ്ട് പുറത്തേക്ക് വരില്ല. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരു സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൗണ്ട് സഞ്ചരിക്കണമെങ്കിൽ അല്ലേ? സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എ മീഡിയം ഈസ് നെസസറി ഫോർ സൗണ്ട് ടു ട്രാവൽ. സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മീഡിയം ഉണ്ടാവൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ മീഡിയം ഉണ്ടെങ്കിലേ സൗണ്ട് എന്ത് ചെയ്യുള്ളൂ? പ്രൊപ്പഗേറ്റ് ഉള്ളൂ. അത് നോട്ടിൽ എഴുതി കൊടുക്കുക. എ മീഡിയം ഈസ് നെസസറി ഫോർ സൗണ്ട് ടു ട്രാവൽ. സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം ഉണ്ടാവില്ല, നിർബന്ധമാണ്. അപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ നിങ്ങൾക്ക് കിട്ടി. സ്പേസിൽ അവർ അടുത്തടുത്ത് സംസാരിച്ചാൽ പോലും എന്ത് ചെയ്യൂല? അവർക്ക് കേൾക്കൂല. പിന്നെ അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ സൗണ്ടിനെ റേഡിയോ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. എന്തായാലും അവർക്ക് സൗണ്ട് കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേൾക്കാതിരിക്കാനുള്ള കാരണം അവിടെ ദർ ഈസ് നോ മീഡിയം അല്ലേ? അവിടെ മീഡിയം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്.
നമുക്ക് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എയർ വേണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എയർ ഇല്ലാണ്ട് സോളിഡ് കൂടി ലിക്വിഡിൽ കൂടിയൊക്കെ സൗണ്ട് പോവുമോ എന്നുള്ളതാണ്. ചിത്രത്തിൽ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് പാത്രം കൊട്ടുകയാണ്. നമ്മൾ സൗണ്ട് കേൾക്കുമോ? കേൾക്കും അല്ലേ? ഒന്നും വേണ്ട, നമ്മളൊരു കുളത്തിൽ ഇങ്ങനെ കുളത്തിൻ്റെ താഴെ സിമ്മ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, താഴത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വിചാരിക്കുക. മുകളിലേക്ക് ഒരു കല്ലോ അല്ലെങ്കിൽ ഒരാൾ ചാടേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയൂലേ? ആ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം വാട്ടറിലൂടെയും ലിക്വിഡിലൂടെയും സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെസ്കിൻ്റെ ഒരു അറ്റത്തെ ചെവി വെച്ചിട്ട് മറ്റേ അറ്റത്ത് ഇങ്ങനെ മെല്ലെ കൊട്ടിക്കഴിഞ്ഞാൽ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റൂലേ? ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് അല്ലേ? സോളിഡിലൂടെയും സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങളായി. എ മീഡിയം ഈസ് നെസസറി ഫോർ സൗണ്ട് ടു ട്രാവൽ. സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം നിർബന്ധമാണ്. അതുമാത്രമല്ല സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും സൗണ്ട് എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടായാൽ മതി എന്നർത്ഥം. ഓക്കെ. അടുത്തപ്പോൾ സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ കഴിഞ്ഞു. ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, സൗണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു. ഇനി നമ്മളെ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഹിയറിങ്, കേൾവി. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ അല്ലേ? ഡ്യൂ ടു വൈബ്രേഷൻ്റെ ഫലമായിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. റിക്വയർസ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. അതിൻ്റെ പ്രൊപ്പഗേഷന് മീഡിയം വേണം. ബട്ട് ഹൗ ഡു വി സെൻസ് സൗണ്ട്? വിച്ച് സെൻസ് ഓർഗൻ ഹെൽപ്പ് അസ് ഹിയർ? ഏത് സെൻസ് ഓർഗനാണ് നമുക്ക് കേൾവിക്ക് സഹായിക്കുന്നത്? ഏതാ? ഇയർ ആണ് അല്ലേ? ഗ്രാൻഡ് മാ, വെർ ഇസ് രാഘവ്സ് ഹൗസ്? രാഘവിൻ്റെ വീട് എവിടെയാണെന്ന് കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ആ വല്യമ്മ പറയാണ്, ഹോ ഐ ആം നോട്ട് അറ്റ് ഓൾ വെൽ മൈ സൺ, ഐ ആം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ അമ്മ പറയാണ്, മോനെ എനിക്ക് വല്ല സുഖമില്ല, അതുകൊണ്ട് എൻ്റെ മോനെ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ കുട്ടി എന്താ ചോദിച്ചത്? രാഘവൻ്റെ ഹൗസ് എവിടെയാണെന്ന് ചോദിച്ചത്. അമ്മ എന്താ പറഞ്ഞത്? ആ വല്യമ്മ എന്താ പറഞ്ഞത്? എനിക്ക് സുഖമില്ല, ഞാൻ വിട്ടു. ഇതാണ് ചെവി കേൾക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും അല്ലേ? ആ ഒരു പ്രശ്നം ഒഴിവാക്കാനല്ല, അത് ചെവി മര്യാദക്ക് കേൾക്കാത്തത് കൊണ്ടാണ്. ഡാമേജ് ടു ദ എയർ ക്യാൻ ഒക്കർ ഐദർ അറ്റ് ബർത്ത് ഓർ അറ്റ് എനി ടൈം ലേറ്റർ ഇൻ ലൈഫ്. ഈ ചെവിക്ക് കംപ്ലൈൻറ്റ് വരുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് ആദ്യം മുതലേ എന്ത് ചെയ്യില്ല, ജനിക്കുമ്പോൾ മുതലേ ചെവി കേൾക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഉള്ള ആളുകൾക്ക് സംസാരിക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് പിന്നീട് വേറെ വല്ല ആക്സിഡൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും? ചെവിയുടെ കേൾവിശക്തി നഷ്ടമാവാറുണ്ട്. സച്ച് പീപ്പിൾ എക്സ്പീരിയൻസ് മെനി ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് ഹിയറിംഗ്. കേൾവി ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകും. എന്തൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ? ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണം. ഡിഫിക്കൽട്ടീസ് ഫോർ ആർക്കാണ്? നോട്ട് ആബിൾ ടു ഹിയർ. കേൾവി ശക്തി ഇല്ലാത്ത ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും, അവർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയൂല. എബിലിറ്റി ടു സ്പീക്ക് ചെയ്യാൻ, സംസാരിക്കാനുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും. വൾനറബിലിറ്റി ടു ഡേഞ്ചർ, ഒരുപാട് അപകടങ്ങൾക്ക് അത് കാരണമാകും. ഇപ്പോൾ ഒരു ട്രെയിന് മുറിച്ച് കിടക്കുകയാണ്, ട്രെയിന് വരുന്ന സൗണ്ട് അവർക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഒരു റോഡ് മുറിച്ച് കിടക്കുകയാണ്, വാഹനങ്ങളുടെ ഹോണ് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ സൗണ്ട് കേൾക്കാത്തത് കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇനി എങ്ങനെയാണ് നമ്മൾ ഇവരോട് പെരുമാറേണ്ടത്? കേൾവിശക്തി ഇല്ലാത്ത ആളുകളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? ഡീൽ വിത്ത് എംപതി, സിമ്പതിയോടുകൂടി നമ്മളവരോട് പെരുമാറണം. ഇൻക്ലൂഡ് ദം ഇൻ യുവർ വർക്ക് ആൻഡ് പ്ലേ, നിങ്ങളുടെ കളികളിലും കാര്യങ്ങളിലൊക്കെ അവരെയും കൂടി ഉൾപ്പെടുത്തണം. എൻഷുവർ ദെയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗിവ്സ് ഡ്യൂ ടു
ഡ്യൂ കൺസിഡറേഷൻ ടു ദ ഓൾ ഇൻ യുവർ പോസിബിൾ ആക്ടിവിറ്റീസ്. കഴിയാവുന്ന അത്രയും ആക്ടിവിറ്റീസ് അവരെ മാറ്റി നിർത്താണ്ട് അവരെ എല്ലാ കാര്യങ്ങളിലും അവരെന്ത് ചെയ്യുക, ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കണം, ഒക്കെ ചെയ്യണം. ഓക്കെ. ഇനി ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി, നമ്മുടെ ചെവിയുടെ ഒരു ലിമിറ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ക്യാൻ എ പേഴ്സൺ വിത്ത് നോർമൽ ഓഡിബിലിറ്റി ഹിയർ ഓൾ സൗണ്ട് യു നോ? നമുക്കുള്ള സൗണ്ട് ഫുള്ള് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാ ക്വസ്റ്റ്യൻ. പറ്റൂല. നമ്മുടെ ചെവിക്ക് അതുപോലെ കണ്ണിന് ഒക്കെ എന്തുണ്ട്, ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറം നമുക്ക് കേൾക്കാനോ കാണാനോ ഒന്നും കഴിയൂല. എത്ര ആരോഗ്യവാനായ മനുഷ്യനാണെങ്കിൽ പോലും എന്ത് ചെയ്യൂല, ഒരു പരിധിക്കപ്പുറം നമുക്കത് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്തിട്ടുണ്ട്, പക്ഷികളും മൃഗങ്ങളൊക്കെ അതുപോലെ തന്നെ സസ്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും സസ്യങ്ങളെ സംസാരം കേട്ടിട്ടുണ്ടാവും? അതുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല എന്നുള്ള അർത്ഥം നമുക്കില്ല. അവർ സംസാരിക്കുന്നുണ്ട്, സസ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഭൂമിയിൽ നിന്നും സൗണ്ടുകൾ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? നമ്മളെ ചെവിക്ക് അത്രേ കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ റസൂലുള്ളാഹിനോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ചെവിയുടെ കപ്പാസിറ്റി നമ്മളെക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ശരിക്കും നോർമലായ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റില്ല. എത്രയെന്നറിയോ നിങ്ങൾ? നമ്മൾ കേൾക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞില്ലേ, നാച്ചുറൽ ഫ്രീക്വൻസി ഒക്കെ പറഞ്ഞില്ലേ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള അത്രയും ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഓഡിയബിൾ ടു ഹ്യൂമൺ ആയിട്ട് കിടക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 10 ഹെർട്സ് മുതലല്ല, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ എന്ന് പറഞ്ഞാൽ 20 കിലോ ഹെർട്സ് വരെ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 20 കിലോ ഹെർട്സ് എന്നുള്ളതാണ്. അപ്പോൾ 20 കിലോ ഹെർട്സ് വരെയുള്ളതാണ് സാധാരണ ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന കേൾവി ശക്തി എന്ന് പറയുന്നത്. എന്നാൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റു മൃഗങ്ങൾ മുൻകൂട്ടി അറിയാറുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ കേൾവി ശക്തി മനുഷ്യരെക്കാൾ കൂടുതലായിരിക്കും. നോക്ക്, എർത്ത് തെർമോസ് അവിടെ എർത്ത് കിക്ക് ഉണ്ടാകുമ്പോൾ ഭൂകമ്പ ഡിറ്റക്ടറുകളിലെ ഈ പറയുന്ന സൗണ്ട്, അവർക്ക് കേൾക്കുന്ന സൗണ്ടിൻ്റെ പരിധി, അല്ലെങ്കിൽ ആ ഡിറ്റക്ടറിൽ പിടിച്ചെടുക്കുന്ന സൗണ്ടിൻ്റെ പരിധി 0 ഹെർട്സ് മുതൽ 10 ഹെർട്സ് വരെയൊക്കെയാണ്. അതിന് മാറ്റമുണ്ട്. ഡിവോഴ്സ്, റാറ്റ്സ്, അങ്ങനെ നെക്ട്രൽ ബാറ്റ്സ്, അതിൻ്റെ ഓരോന്നിൻ്റെയും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കുറച്ച് ഇവിടെ ഡോഗിൻ്റെ കൊടുത്തിട്ടുണ്ട്. 67 മുതൽ 45,000 വരെ. നമുക്ക് ആകെ 20,000 വരെ പറ്റുള്ളൂ. ഡോഗിനോ 45,000 വരെ പറ്റും അല്ലേ. ക്യാറ്റ്, പൂച്ചക്ക് 45 ഹെർട്സ് മുതൽ 64,000 ഹെർട്സ് വരെ കേൾക്കാൻ പറ്റും. കേൾവി ശക്തി കൂടുതലാണ്. പശുവിനോ 35,000 പറ്റും. മനുഷ്യന്മാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, വളരെ കുറച്ച് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. കോഴി നമ്മൾ ഏകദേശം നമ്മളെ പോലെ അല്ലേ, 125 ഹെർട്സ് മുതൽ 2,000 ഹെർട്സ്, അതിന് കുറച്ചേ കേൾവി ശക്തിയുള്ളൂ. ഗോൾഡ് ഫിഷ്, അങ്ങനെ ഓരോ ജീവിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസർ ഫ്രം ഗാൾട്ടൺ വിസിൽ ഈസ് അബൌട്ട് 30,000 ഹെർട്സ്. അതായത് ഈ നായ്ക്കളെ വിളിക്കാനൊക്കെ അവരൊരു പ്രത്യേക ഒരു വിസിൽ ഉപയോഗിക്കാറുണ്ട്. ആ വിസിലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 ഹെർട്സാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, 20,000 ഹെർട്സിന് മുകളിലുള്ളതും നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 30,000 ഹെർട്സ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഡോഗിനത് കേൾക്കാൻ പറ്റും. ഓക്കെ. ബാറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഹിയർ അൾട്രാസോണിക് വേവ്സ്. ഈ രാത്രി കാലങ്ങളിൽ വവ്വാലുകൾ ബാറ്റ്സ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് ഈ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ? 20,000 ഹെർട്സിനേക്കാൾ മുകളിലുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയാത്ത സൗണ്ട് ഉണ്ടല്ലോ, 20,000 ഹെർട്സിനേക്കാൾ മുകളിലുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുക? അൾട്രാസോണിക്. അതുപോലെ തന്നെ 20 ഹെർട്സിലേക്കാൾ താഴെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. അതിനെ 20 ഹെർട്സിനേക്കാൾ താഴെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് എന്ന് വിളിക്കാറുണ്ട്. ഇൻഫ്രാസോണിക്. വെൻ എർത്ത് ഒക്കേഴ്സ് ഇൻഫ്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസിങ്. ഭൂമി കുലുക്കം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ഇൻഫ്രാസോണിക് സൗണ്ട് ഉണ്ടാകും. അത് നമുക്ക് കേൾക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷേ ഗോൾഡ് ഫിഷിനും മറ്റ് ജീവികൾക്കൊക്കെ അത് എന്ത് ചെയ്യാൻ കഴിയും? കേൾക്കാൻ കഴിയുന്നുണ്ടാകും. ഓക്കെ.
ഈ 3 പോയിൻറ്റ്സുകൾ നോട്ടിൽ നിന്ന് എഴുതണം കേട്ടോ. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് എഴുതണ്ട. ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ട് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗാൾട്ടൺ വിസിൽ ഈസ് എബൌട്ട് 30,000 എന്നുള്ള ഹെഡ്സ് എന്നുള്ള എഴുതുക. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിൻ്റ് ആക്കിയിട്ട് ബാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഹിയർ അൾട്രാസോണിക് വേവ്സ്, ആ പോയിൻ്റ് ആക്കിയിട്ട് എഴുതുക. മൂന്നാമതായിട്ട് വെൻ എർത്ത് ഒക്കേഴ്സ് ഇൻഫ്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസിങ് എന്നുള്ളത് എഴുതുക. ഇനി അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞാൽ 20,000 ഹെഡ്സിനേക്കാൾ കൂടുതലുള്ള വേവ്, അതിൻ്റെ ഉപയോഗങ്ങളാണ്. അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് സോണാർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ അൾട്രാസോണിക് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. സോണാറിൻ്റെ ഫുൾ ഫോം എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ്. അതായത് കടലിൻ്റെ ആഴമളക്കാനൊക്കെ ഉപയോഗിക്കുന്ന, കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോണാർ എന്ന് പറയുന്നത്. സോണാറിൽ അൾട്രാസോണിക് സൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അൾട്രാസോണിക് വേവ്സ് ആർ ആൾസോ യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡ് ഫോർ ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അൾട്രാസോണിക് സൗണ്ട്സ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ഫീൽഡിൽ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ആന്തരിക അവയവങ്ങളിലൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ അതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് 2 പോയിൻറ്റും കൂടി നോട്ടിൽ എഴുതുക. നോയ്സ് പൊല്യൂഷൻസ്, ശബ്ദ മലിനീകരണം. Kerala is one of the places with the highest noise pollution in the world. Noise affects not only our physical health but also our mental and emotional levels. It leads to high blood pressure, defense, asthma and learning disability. അപ്പോൾ ആവശ്യമില്ലാണ്ട് വെറുതെ കുറേ സൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കുക, നമ്മൾ ഉണ്ടാക്കുക എന്നല്ല, ഇങ്ങനെ വെറുതെ കുറേ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നോയ്സ് പൊല്യൂഷനാണ്. എനിക്കറിയാം, ചിത്രത്തിൽ കാണുന്ന കാളങ്ങൾ, ഇപ്പോൾ നമ്മൾ പള്ളിയിലും അമ്പലത്തിലും മാത്രമേ ആ കാളങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് നിരോധിച്ചിരിക്കുകയാണ്. കാരണം അതിൽ നിന്ന് ഒരുപാട് നോയ്സ് പൊല്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നോയ്സ് പൊല്യൂഷൻസ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ്. എങ്ങനെയൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ്. യൂസ് ഓഫ് എയർ ഓൺസ് ഇൻ വെഹിക്കിൾ ഈസ് പ്രോഹിബിറ്റഡ് ബൈ ലോ. എയർ ഓൺ നമ്മൾ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കർ മസ്റ്റ് ബി യൂസർ ഇൻ പ്ലേസ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർ. ഇതുപോലെയുള്ള ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറിന് പകരം എന്ത് ചെയ്യുക? സ്പീക്കർ ബോക്സുകൾ ഉപയോഗിക്കുക. എൻഷുവർ ദാറ്റ് സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾ വർക്ക് പ്രോപ്പർലി. വെഹിക്കിൾസിലെ സൈലൻസർ ഇപ്പോൾ നമുക്കറിയാം, ചില ബുള്ളറ്റുകളിലൊക്കെ മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? അതിൻ്റെ സൈലൻസറൊക്കെ മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. സൗണ്ട് കൂട്ടരുത്, സൗണ്ട് പരമാവധി കുറയ്ക്കുക. പ്ലാന്റ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ ടു മിനിമൈസ് നോയ്സ് പൊല്യൂഷൻ. അങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നോയ്സ് പൊല്യൂഷൻ കുറയും. അവയ്ക്ക് സൗണ്ട് വലിച്ചെടുക്കാനുള്ള പ്രത്യേക കപ്പാസിറ്റി ഉണ്ട്. ലൗഡ് സ്പീക്കർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ പബ്ലിക് പ്ലേസസ് ബിഫോർ 6 AM ആൻഡ് ആഫ്റ്റർ 10 PM. 10 മണിക്ക് ശേഷവും രാവിലെ 6 മണിക്ക് മുന്നേയും നമ്മൾ എന്ത് ചെയ്യരുത്? ലൗഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യരുത്. 50 ഡെസിബലിന് മുകളിലുള്ള സൗണ്ടുകൾ ഹോസ്പിറ്റലിൻ്റെയും സ്കൂളിൻ്റെയും അടുത്തു നിന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോയ്സ് പൊല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതുക. ഇനി ലെറ്റേഴ്സ് എസ്സിൽ ഉള്ള ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതും കൂടി ഒന്ന് എഴുതണം കേട്ടോ. ഇഫ് യു ആർ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് 480 ടൈംസ് ഇൻ 1 സെക്കൻഡ്. 450 പ്രാവശ്യം ഒരു ട്യൂണിംഗ് ഫോർക്ക് 1 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് വുഡ് ബി ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി? അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എത്ര ആയിരിക്കും? 450 തന്നെ. 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യമാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതല്ലേ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി 480 ആണ് അല്ലേ. ഇപ്പോൾ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് 10 ടൈംസ് ഇൻ 10 സെക്കൻഡ്. വാട്ട് വുഡ് ബി ഇറ്റ്സ് ഫ്രീക്വൻസി? 10 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ 10 സെക്കൻഡ് എടുത്തു. എന്താണ് അതിൻ്റെ ഫ്രീക്വൻസി? F=N/T. അതാണ് ഇക്വേഷൻ. N എന്നുള്ളത് എന്താ? N എത്ര പ്രാവശ്യമാണോ വൈബ്രേറ്റ് ചെയ്തത്? 10 പ്രാവശ്യം, 10 ടൈംസ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തു? 10 സെക്കൻഡ്. 10/10 = 1. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി? ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? ലെങ്ത്ത്, മെറ്റീരിയൽ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ലെങ്ത്ത്, മെറ്റീരിയൽ, അതുപോലെ തന്നെ തിക്നെസ്, ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എഴുതി കൊടുക്കുക.
വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി? അത് പറഞ്ഞു. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് എ സെർട്ടൻ ട്യൂണിംഗ് ഫോക്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് വിച്ച് അമംഗ് ദീസ് ഹാവ് ഹയസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് പിച്ച്. നമുക്കറിയാം ഫ്രീക്വൻസി കൂടുതലുള്ളതിന് പിച്ചും കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കുറവുള്ളതിന് പിച്ച് കുറവുമായിരിക്കും. അപ്പോൾ ആർക്കാണ് ഇവിടെ ഫ്രീക്വൻസി കൂടുതൽ? 512 ഹെർട്സ് ആണ്. അപ്പോൾ അതിന് എന്തായിരിക്കും? പിച്ചും കൂടുതലായിരിക്കും. ആർക്കാണ് ഫ്രീക്വൻസി ഏറ്റവും കുറവ്? 286 ഹെർട്സ് ആണ്. അതിന് പിച്ചും കുറവായിരിക്കും. ഇൻ ദ സോഴ്സ് ഓഫ് സൗണ്ട് ഗിവൺ ബിലോ, വൈബ്രേഷൻ ഇൻ വിച്ച് മെയിൻ പാർട്ട് പ്രൊഡ്യൂസ് സൗണ്ട്. താഴെ പറയുന്നവരിലെ മെയിൻ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ പാർട്ട് ഏതാണ്? ചെണ്ട ഏതാണ്? തുകൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെതർ പാർട്ട്. ഫ്ലൂട്ട് അവിടെ ഏതാ? എയർ കോളം അല്ലേ? വോക്കൽ കോഡിൽ ഏതാ? നമ്മളവിടെ ബോക്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിസൈൻ ആൻഡ് ആക്ടിവിറ്റി ടു പ്രൂവ് ദാറ്റ് സൗണ്ട് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ഈവൻ ത്രൂ സോളിഡ് സബ്സ്റ്റൻസസ്. നമ്മൾ പറഞ്ഞില്ലേ സോളിഡിൽ കൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് സോളിഡിലൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് തെളിയിക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഡെസ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് എഴുതാം. സെവൻത് ക്വസ്റ്റ്യൻ, സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആർ ട്രൂ ഓർ ഫാൾസ്. ഇഫ് ഫാൾസ്, റീറൈറ്റ് ഇറ്റ് മേക്ക് നെസസറി ചേഞ്ചസ്. സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ വാക്വം. സൗണ്ട് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യില്ല, ശരിയല്ലേ? വാക്വത്തിൻ്റെ സ്പെല്ലിങ് നോക്കിയില്ല നിങ്ങൾ? VACUUM അല്ല, സ്പെല്ലിംഗ് ടെസ്റ്റിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. WM ആണ്. നേരത്തെ ഞാൻ CC എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട്, മാറ്റുക. CC അല്ല, W, ഒരു സിയും 2 U ആണ്. അപ്പോൾ സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ വാക്വം. വാക്വത്തിലൂടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ കഴിയില്ല, ട്രൂ ആണ് അല്ലേ? രണ്ടാമത്, വെൻ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഇൻക്രീസസ് പിച്ച് ഡിക്രീസസ്. അങ്ങനെയാണോ? ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് ചെയ്യും? പിച്ചും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഇൻക്രീസിങ് എന്നുള്ളതാക്കുക. ബാറ്റ്സ് ക്യാൻ ക്യാച്ച് പ്രേ ഈവൻ ഇൻ ദ ഡാർക്ക്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പ്ലെയിൻ യുവർ ഇൻഫ്ലുവൻസ്. യെസ്. അതിനെന്ത് ചെയ്യും? ഇരയെ പിടിക്കാൻ രാത്രി കാലങ്ങളിൽ സഹായിക്കുന്നത് ഇറ്റ് ക്യാൻ ഹിയർ അൾട്രാസോണിക് സൗണ്ട്. അതിനെന്ത് ചെയ്യാൻ കഴിയും? അൾട്രാസോണിക് സൗണ്ട് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ അതിന് ഇരയെ പിടിക്കാൻ സാധിക്കും. ഹൗ ഡു ഹ്യൂമൻ ബീയിങ് കോൺട്രിബ്യൂട്ട് ടു നോയ്സ് പൊല്യൂഷൻ? നോയ്സ് പൊല്യൂഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയിട്ടൊന്ന് എഴുതാം. വിച്ച് യൂണിറ്റ്സ് റെപ്രസെൻറ്റ് ലൗഡ്നെസ്? ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് ഏതാണെന്നുള്ളത്? ഹെഡ്സ്. ഫസ്റ്റത്തെ ഹെഡ്സ് എന്തിൻ്റെ? ഫ്രീക്വൻസിൻ്റെ ആണ്. മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിൻ്റെ യൂണിറ്റ് ആണ്. dB ഡെസിബൽ, അതാണ് ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ്. വാട്ട് പവറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ dB എന്നുള്ളതാണ് ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ്, അതെടുത്ത് എഴുതാം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ നോട്ടിൽ എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.